ദിവികാരുണ്യനാഥൻ, സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച ഈശോ വലിയ സ്നേഹ സാന്നിധ്യമായി നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. കർത്താവേ, ജനം മുഴുവൻ, ഇസ്രായേൽ ജനം മുഴുവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന ദൈവത്തെ നേരിട്ട് കാണണമെന്നുള്ള അവരുടെ വലിയ ആഗ്രഹത്തിന്റെ ഉത്തരമാണ് വിശുദ്ധ കുർബാന. ഈശോ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ, വിശുദ്ധ വചനത്തിൽ, കൂദാശകളിൽ ഇന്ന് ഈ അൾത്താരയിലേക്ക് ജീവിക്കുന്ന ദൈവമാണ് ഇറങ്ങി വരിക. ആരാധിക്കുന്നവരെ അവന് ഇഷ്ടമാണ്. ഈശോയെ അങ്ങേ ആരാധിക്കാൻ ഒരുങ്ങുന്ന ഈ കുടുംബം, ഈ കൂട്ടായ്മ, ഓരോ വ്യക്തികളും, ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, ഞങ്ങളുടെ ഭവനം, ജോലി, ഞങ്ങൾ കടന്നുപോകുന്ന എല്ലാ ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളങ്ങേ ആരാധിക്കാൻ ഒരുങ്ങാണ്. ഞങ്ങൾ അങ്ങിൽ വിശ്വസിച്ച്, അങ്ങിൽ വലിയ ആശ്രയത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. സാധിക്കുന്ന എല്ലാവരും മുട്ടിന്മേലായിരിക്കും. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. ആരാധനയിൽ നമ്മുടെ ജീവിതം, ജീവിത സാഹചര്യങ്ങൾ, പ്രാർത്ഥനകളെല്ലാം കൊടുക്കാം. കടന്നു പോകുന്ന ജീവിതാവസ്ഥകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ജീവിത പങ്കാളി, മക്കള്, മാതാപിതാക്കള്, സുഹൃത്തുക്കള്, നമ്മുടെ സഹപ്രവർത്തകര്, നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം, നമ്മുടെ പ്രാർത്ഥന ആർക്കൊക്കെ ആവശ്യമാണോ അവരെല്ലാം ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ജീവിക്കുന്ന ദൈവമാണ് ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ഈ സംസാരിക്കുന്നത് ഏതോ ഒരു വ്യക്തിയോടല്ല, മനുഷ്യ